അളിയൻ വന്നതിൽ പിന്നെയാണ് ഞാൻ ഈ ഓട്ടം തുടങ്ങിയത്. അളിയനെ ഒരു അടുക്കും ചിട്ടയൊക്കെ പഠിപ്പിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ബാലളി വീട്ടിൽ പോകില്ലാന്ന് ചുരുക്കം. ഈ ചിട്ട ബാലളി നേരത്തെ നോക്കിയിരുന്നെങ്കിൽ നാത്തും പിടങ്ങി വീട്ടിൽ പോകുമായിരുന്നോ? കുടുംബക്കാര്യം പറഞ്ഞ അളിയൻ വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ. ഇതുവരെ ആ ജഡ്ജി ഒന്ന് പരിചയപ്പെട്ടില്ലല്ലോ. വാ നമുക്കൊന്ന് പരിചയപ്പെട്ടു തരാം. വേണ്ട അളിയ, അളിയൻ പൊക്കോ. എന്താ പറയാൻ പറഞ്ഞ എനിക്ക് അടിവയറ്റിൽ ഉരുട്ടി കയറ്റും. അളിയൻ പൊക്കോ. എന്നാ അളിയൻ വിട്ടു, ഞാൻ പോയി പരിചയപ്പെട്ടു വരാം. ആരാ? സാറല്ലേ? അതെ, താൻ ആ ബാലൻ നായരല്ലേ? അതെ, അത് തന്നെ. ദേവികുളം കുടുംബ കോടതിയിലെ സാറായിരുന്നല്ലേ ഞങ്ങളുടെ കേസിന്റെ ജഡ്ജ്? ഞാൻ റിട്ടയർ ആയിട്ട് 2 വർഷമായി. അറിഞ്ഞിരുന്നു. ബാലൻ എന്താ ഇവിടെ? അതെന്റെ പെങ്ങളുടെ വീടാ. ഓ, ഓർസിയോർ സജീവന്റെ അളിയനാ ബാലനല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ബാലന്റെ പെങ്ങൾ എനിക്കൊരു ലിഫ്റ്റ് തന്നിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. എന്താ ബാല? കുറച്ച് നാളായിരുന്നേ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എന്നാ കയറി ഇരിക്കേ. ഓ വേണ്ട സാറേ, രാവിലെ നടത്തം കഴിഞ്ഞ് വരുന്നവരോ ഒന്ന് ഫ്രഷാണ്. സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ പിന്നെ വരാം. പിന്നെ വൈകുന്നേരം ബാലയുടെ റിഹേഴ്സലുണ്ട്. സജീവനും ഭാര്യയൊക്കെ അഭിനയിക്കുന്നുണ്ട്, കാണാൻ പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പം ഫാമിലി ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഹാപ്പി അല്ലേ? ഹേയ്, ഒരു ഇഷ്യൂസും ഇല്ല, വളരെ ഹാപ്പി. അവൾ അവിടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും. അപ്പം പിന്നെയും തെറ്റിയോ? എൻ്റെ സാറേ, ചട്ടിങ്കലും ആകുമ്പോൾ തട്ടി മുട്ടിയെന്നൊക്കെ ഇരിക്കും. ഏതായാലും കുറച്ചാളെ ഇവിടെ ഞാനുണ്ടാവും. പെങ്ങളെ, പെങ്ങളെ, എന്താടാ? ആ സജീവ് ചേട്ടൻ എന്നെ ഇഷ്ടമൊന്നല്ലേ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആഴ്ചയിൽ 7 ദിവസമുണ്ട്, അതിൽ 5 ദിവസമാണ് അച്ഛന്മാര് വരും. ഇനിയിപ്പോൾ ശനിയാഴ്ച സജീവനും വന്നു തുടങ്ങും. എന്തിനാണ് ഞായറാഴ്ച ഒരു ദിവസമായിട്ട് വെറുതെ ഇടുന്നത്? ഇനി പഞ്ചായത്തിൽ ആര് കാശ് കടന്നു തരാനല്ലേ പെങ്ങളെ? സുബേ എന്താ ചെകുത്താനും കടലിനും നടക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. സജീവ് ഏട്ടൻ വീട്ടിൽ വന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉറങ്ങി ഉത്തമൻ വന്നു. നിന്റെ വീട്ടിൽ വന്നാ? അപ്പൊ ഇപ്പൊ ഇവിടെ വരും. ഉള്ള വള്ളിക്കെട്ടെല്ലാം തലയിൽ വെക്കും. ആ രജീഷ, ഹലോ. ബിസിനസ്സോ? എന്ത് ബിസിനസ്? നീ ഞങ്ങളെ കൊലക്ക് കൊടുത്തിട്ട് എവിടെയാ? കനാല ബണ്ടിലോ? ഓ, ഞങ്ങളവിടെ എത്തിയേക്കാം. രജീഷ് പുതിയ ബിസിനസ് തുടങ്ങിയെന്ന്. ആ, കനാല ബണ്ടിലെന്ന് നമ്മളവിടെ അങ്ങോട്ട് ചെല്ലാൻ. വണ്ടി എടുക്ക്. ആ, നിനക്ക് അങ്ങനെ പറയാം. ഇത് പുറത്തേക്ക് ഇറക്കിയാലേ CC-ക്കാർ പൊക്കും. അതിപ്പോൾ ഇവിടെ കിടന്നാലും കൊണ്ടുപോകില്ലേ? പിന്നെ അങ്ങനെയാണ് കൊണ്ടുപോകണമെങ്കിലേ നല്ല നേരം നോക്കണം അവര്. അതെന്തേ? നീ അങ്ങോട്ട് നോക്കടാ. എൻ്റെ ബുദ്ധി കൊള്ളാം. ആ, നീ ടയർഡ് നമുക്ക് അന്ന് വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. രജീഷ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണില്ലല്ലോ. അവൻ എന്ത് ബിസിനസ് സൗകര്യം തുടങ്ങിക്കണേ? ആ, ഇതെങ്ങനോടും ചോദിച്ചു നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? നീ ഫോണിൽ വിളിച്ചു നോക്കി. ഫോൺ ബിസിയാന്നേ. അത് നോക്കിട്ട്. ഹലോ ബ്രോ. യെസ്, നിങ്ങളോ? എടാ രജീഷ്, ഇത് എന്താ സെറ്റപ്പ്? ഏയ്, ലോട്ടറി ഒന്നുമല്ല. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഗെറ്റപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് ബിസിനസ്? മനസ്സിലായില്ല. അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഞാൻ ഹോൾസെയിലായി എടുക്കുന്നു, എന്നിട്ട് റീറ്റെയിലായി വിൽക്കുന്നു. അപ്പോൾ ചില ലാഭം മിച്ചം വരും. ആ മിച്ചം വെച്ച ലാഭത്തെ പിടിച്ച് നമ്മുടെ കമ്പനി പുരോഗതിയിലേക്ക് കയറുന്നു. അങ്ങനെ കമ്പനി വലിയൊരു കമ്പനിയായി മാറുന്നു. അന്നേരം എന്റെ പ്ലാൻ എന്നറിയോ? നിങ്ങളാണ് എന്റെ അപ്രന്റീസ്. ഏത് കമ്പനി? എന്ത് പ്രൊഡക്റ്റ്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. കം ഓൺ, ഫോളോ മീ. ചേട്ടാ, കാശ്മീരി താഴ്വരകളിൽ മാത്രം കാണപ്പെടുന്ന പിരിയൻ മുളക് വെയിലത്തുണക്കി ആധുനിക മെഷീനറിയിൽ പൊടിച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഒരെണ്ണം എടുക്കട്ടെ? ഈ മഞ്ഞപ്പൊടി ആയാലോ? വേണ്ട. മല്ലിപ്പൊടി ഇവിടെ കാണില്ല, എനിക്ക് ഉറപ്പാ. ചേട്ടൻ നോക്കി. അങ്ങനെ പറയരുത്. ഉദ്യോഗമില്ലാത്ത ഒരുപറ്റം യുവാക്കളുടെ ഉദ്യോഗാന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഈ ഉദ്യമത്തിന് ചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരെണ്ണം എടുക്ക് പ്ലീസ്. എന്റെ മൊത്തം കണ്ണാട് പോരെ. എന്തേ?
നീ രാഘവന്റെ മകളാ? എന്താ ചേട്ടാ, രാഘവന്റെ മോന് ബിസിനസ് ചെയ്യാൻ പാടില്ലേ? ചേട്ടൻ ഒരു പണിയേ, ചേച്ചിയും വിളിച്ച് ഞങ്ങളെ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. ആ ജിമ്മി ചേട്ടൻ്റെ പാർട്ട്ണർ പട്ടിയാണോ? എടുത്തോണ്ട് പോടാ, അല്ലെങ്കിൽ ഞാൻ പട്ടിയെ അയച്ചു വിടും. ഓരോരോ ഊടായ്പായിട്ട് ഇറങ്ങിക്കണ്. വേണ്ട പട്ടി അല്ല ചേട്ടാ, പൊക്കോളാം. അങ്ങനെ അതും ചീറ്റി. ഇപ്പൊ എന്താ? പപ്പേ, പപ്പ ഇതോടെ കൊണ്ടുവച്ചല്ലാതെ കൈ കൊണ്ട് ഓടുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാ. അതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട്. അതെന്താ? ഞാൻ മേലുകാവ് കോടതിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു താപലിഷും ഭാര്യ അവിടെ വന്നു. എന്തിനാ? ഡൈവോഴ്സിന്. അങ്ങനെ അങ്ങ് നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ, പാതിയെ നടത്തി വിട്ടു. അവളാണെങ്കിൽ ഒരു തലതെറിച്ച സ്ത്രീയും. അതിന് കിട്ടിയ ഗിഫ്റ്റായത്. ഓ, എന്നിട്ട് ഈ കഥ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിനൊരു സാഹചര്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഓ അങ്ങനെ. സാറിവിടെ മൂട്ടിക്കൊണ്ടിരുന്നോ? എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വീണവായന. സാറില്ലേ ഇത് കണ്ട? ഇതൊരു തൈഡല്ലേ? വെറും തൈഡല്ലേ പിന്നെ? ഓ, അതിൽ എഴുതിയേക്കണ എന്താണെന്ന് വായിച്ചു നോക്ക് സാറേ. ഓം ഗ്രീ ഗ്രീ ഗ്ര സ്വാഹ സ്വാഹ ധൂളിയാന പോക സ്വാഹ. കണ്ടോ ചെയ്തു വെച്ചേക്കണോ? കൂടോത്ര. ആര് ചെയ്തു? സജീവൻ അവൻ ചെയ്തു വെച്ചേക്കണതാ. ആ രജീഷും ഞാനും കൂടി ഇത് മാന്തി എടുത്ത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ല നമ്മുടെ 3 പേരുടെ കാര്യം സ്വാഹ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ ഉത്തമനങ്ങളെ? ഞാൻ വിശ്വസിക്കും. മോള് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. എനിക്ക് വിശ്വാസമാണ്. സാറിന് വിശ്വാസമില്ലേ? അങ്ങനെ ചോദിച്ചാ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റൂല, അതാ ഞാൻ പറഞ്ഞ. മോളെ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോണ്ട്. എന്റെ കുഞ്ഞു സാറേ, ശക്തിയുള്ള കൂടോത്ര മോളറിയാതെ ഒരു 10,000 രൂപ ഒന്ന് സാറിനെ ഒന്ന് സഹായിക്കും. 10,000 ഞാൻ ഇട്ടോളാം. ഒരു ഹോമം, ഒരു പൂജ, ഇത് രണ്ടും ഒന്ന് ചെയ്താൽ മതി. ഈ ബാധ റിട്ടേൺ എനിക്ക് സജീവിലേക്ക് വെക്കോളൂ. എന്ത് പറയുന്നു? അതിന് വേണ്ട എന്നത്തെ ചെയ്യേ, ഈ കാശ് ഞാൻ തന്നേക്കാം. അത് കേട്ടാ മതി, അത് കേട്ടാ മതി. തിരിച്ചിരിക്കലാണല്ലോ പ്രധാനം. അതെ സജീവാ. എന്റെ പൊന്നു ദൈവങ്ങളെ, ഇതോടുകൂടി ആ സജീവന്റെ കയ്യും കാലും തളർത്തി അവനെ ജീവച്ചവമാക്കി ഇട്ടേക്കണേ. ഈ മധുരപലഹാരത്തിൽ നാം ബാധയെ ആവാഹിച്ചിട്ടുണ്ട്. ഈ മധുരം കഴിക്കുന്നവൻ ആരോ അവനിൽ ബാധ കുടികൊള്ളും. പിന്നെ അവന്റെ നാശം നിശ്ചയം. മതി. അതെ, ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. ആ ഉത്തമൻ സാറിൻ്റെ സ്ഥലം ജഡ്ജി ടോക്കൺ കൊടുത്തു. പക്ഷേ ജഡ്ജിക്ക് അറിയില്ല ആ ഉത്തമൻ സാറിൻ്റെ സ്ഥലമാണെന്ന്. അപ്പൊ ആടെ സ്ഥലമാണെന്ന് അറിയാതെയാണോ ടോക്കൺ കൊടുത്തത്? അങ്ങനെ ഒരു മണ്ടന. താരാണോ അതിന്റെ ബ്രോക്കർ? ഓ, ഞാൻ തന്നെ അതിൻ്റെ ബ്രോക്കർ. പക്ഷെ അതിൻ്റെ ബ്രോക്കർ കാശ് ഉത്തമന് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ഭ്രാന്ത് അല്ലാതെ എന്താ? അഡ്വാൻസ് കൊടുത്തോ? അഡ്വാൻസ് കൊടുത്തില്ല, ടോക്കണേ കൊടുത്തോളൂ. ആ കച്ചവടം ഷോപ്പിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം എൻ്റെ പ്രോഗ്രസ് പോവില്ലേ? അളിയൻ ആ സ്ഥലത്തിന് നോട്ടമുണ്ടോ? സ്ഥലത്തിൽ നോട്ടമുണ്ടോന്നൊക്കെ അല്ല, ഉത്തമന് ഈ റെസിഡൻസ് അങ്ങനെ ബലസുണ്ട. അടുത്ത ഇലക്ഷൻ അറിഞ്ഞ് വരാറായി. അടുത്ത ഇലക്ഷന്റെ മിനി നിർത്താനാ എന്റെ പ്ലാൻ. ആ, ചേച്ചിയാണ് ഞാൻ ഓട്ടി. അതെന്താ ഞാനാണ് വോട്ട് ചെയ്യില്ലേ? അങ്ങനെയല്ല. എന്റെ സജീവേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നല്ല ഞാന്. എനിക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒറ്റക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, അറിയോ? സജീവാ, നിന്നെ കൊണ്ട് ഈ ലേഡി ഞാൻ തീറ്റിക്കുകയും ചെയ്യും, നിന്നെ ഞാൻ കിടത്തുകയും ചെയ്യും. ഉത്തമന്റെ അടുത്ത് അവന്റെ കളി. ആരാ നോക്കി? ആഹാ, ഇതാരും ഉത്തമേട്ടനോ? സജീവനില്ലേ? ഓ ഉണ്ട് ഉണ്ട്, കേറി വാ. ഏട്ടാ, ദേ ഉത്തമേട്ടൻ.
ആ ഉത്തമൻ സാറേ. എന്താ ഉത്തമേട്ട ഇത്? വല്ലാത്തൊരു അത്ഭുതമായി പോയല്ലോ. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഉത്തമേട്ട ഇവിടെ വന്നിട്ടേ ഇല്ല. എന്റെ സജീവ, ഓരോരോ സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ ഓരോരോ സ്ഥലത്ത് എത്തിക്കുന്നത്. ജഡ്ജിയമ്മൻ താമസിക്കുന്നത് ഉത്തമേട്ടന്റെ വീട്ടിലാണ്. ഓ അളിയന് പെങ്ങളെ എപ്പോഴും ഉത്തമേട്ടൻ ഉത്തമേട്ടൻ എന്ന് പറയാറുണ്ട്. ആ ഉത്തമനാണ് ഈ ഉത്തമൻ. പിന്നെ സജീവ, എന്റെ ഷഷ്ടി പൂർത്തിയാ. അതുകൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുള്ള എല്ലാവർക്കും മധുരം കൊടുത്തു വരികയായിരുന്നു. 2 ലഡു ബാക്കി ഉണ്ടായിരുന്നപ്പോ സജീവനും എനിക്കും തരാലോ എന്ന് വെച്ച് കയറിയതാ. ഇവിടെ വന്നപ്പോ 4 പേര്. സാറില്ല, എന്തായാലും സജീവനും മിനിയും ഇതങ്ങ് കഴിക്കേ. ബാക്കിയുള്ളവർക്ക് ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ഉത്തമൻ സാർ അവിടെ ഇരിക്കുക, ഞാൻ പോയി ലഡു മേടിച്ചുകൊണ്ട് വരാം. കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ ലഡു പൊട്ടിയതാടാ. എന്നാ പിന്നെ ഈ ലഡു ഭാര്യ ഭർത്താവും കൂടി കഴിക്കട്ടെ. ഇല്ല, എനിക്ക് ഷുഗറിന്റെ പ്രോബ്ലം ഉള്ള. ആണോ? എന്നാ ഒരു പണി ചെയ്യാം. ഇത് അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഡയറ്റിങ്ങിന് പ്രോബ്ലം. എന്നാ ഉത്തമേട്ടൻ കൊണ്ടുവന്നതല്ലേ, അത് അളിയനും ഷോപ്പിൽ കഴിക്കട്ടെ.